ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ ചുമ്മാ പള്ളി കഴിഞ്ഞിട്ട് ഇന്ന് അങ്ങ് നടക്കാൻ ഇറങ്ങിയതാണ്. നടക്കാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇന്നൊരു സുഖമില്ലാത്തൊരു ദിവസമാണ്. ഒരു എന്താ പറയുക, 1-2 സാധനം മേടിക്കാനുണ്ടായിരുന്നു, മേടിച്ചു. അത് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. എനിക്ക് 1-1.5 മണിക്കൂർ കൂടി ഉണ്ട്. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ മാർക്കറ്റിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു മാർക്കറ്റിൽ. അതായത് ജെറുസലേമിൽ ഭയങ്കര തണുപ്പും പിന്നെ അതിൻ്റെ ഒപ്പം മഴയാണ് കേട്ടോ. സൂപ്പർ മഴ, ഭയങ്കര തണുപ്പ്. അപ്പം മാർക്കറ്റിലെത്തുമ്പോൾ കാണാവേ. മഴയായിട്ട് ഇലകളൊക്കെ വീണ് കിടക്കുകയാണ്. മലയാളികളൊക്കെയാണ്, ഞായറാഴ്ചയാണ് മലയാളികളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. കച്ചവടം എല്ലാം വളരെ ഡള്ളായിട്ടിരിക്കുകയാണ്. ഉണ്ടോ, കാറ്റും ഉണ്ട്, മഴയുണ്ട്, തണുപ്പും ഉണ്ട്, എല്ലാം ഉള്ള ഒരു ഞായറാഴ്ച ദിവസമാണ്. ഉണ്ടോ, കാറ്റടിക്കുന്നു. ഉണ്ടോ, ഇങ്ങനെ ഒരിക്കലും ഈ തെരുവ് കാണുന്നതല്ല. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കും എപ്പോഴും. ഇത് നമ്മുടെ മാർക്കറ്റിലോട്ട് കിടക്കുന്ന എൻട്രൻസ് ആട്ടോ. അപ്പം നല്ല ലൈറ്റൊക്കെ തെളിച്ച് ഇരുണ്ട് മൂടി കിടക്കുവാണ്, മഴയും. അപ്പം ലൈറ്റൊക്കെ തെളിച്ച് ഇതുണ്ട്. ഇതിൻ്റെ ഒരു മിഠായിക്കട കണ്ടു കേട്ടോ. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, രസമുള്ള മിഠായിക്കട എന്ന് വെച്ചാൽ അവിടെ കിട്ടാത്തതായിട്ടൊന്നും ഇല്ലെന്ന് വേണേൽ പറയാം. എന്നാൽ വായിലോട്ട് വെക്കാൻ ഒന്നും കൊള്ളുന്നില്ല. അങ്ങനെയല്ല കേട്ടോ, വായിലോട്ട് വെക്കാനൊക്കെ ഉള്ളത് കൊള്ളുകയൊക്കെ ചെയ്യും. നല്ല ചോക്ലേറ്റും ഉണ്ട്. സാധാരണ സൂപ്പർ മാർക്കറ്റ് പോലത്തെ കടകളിൽ കയറിയല്ല നല്ല കൂടുതലും നല്ല ചോക്ലേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയും കമ്പനി ചോക്ലേറ്റ് കിട്ടും, അല്ലാതെ തന്നെ കൂടുതൽ ഫാൻസി ചോക്ലേറ്റുകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഭയങ്കര അട്രാക്റ്റീവ്, മനുഷ്യരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോക്ലേറ്റുകൾ ഉണ്ടോ. അയ്യോ, ഇതൊന്ന് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. എന്തോരം കളർഫുള്ളാണെന്നുള്ളത് ഇത് കണ്ടു നോക്കി. കളർഫുൾ. പിള്ളേരൊക്കെ കടലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ മാതാപിതാക്കൾക്ക് ഇത് സ്വൈര്യം കൊടുക്കുമോ? എൻ്റെ അമ്മ, ആൾക്കാർ കെട്ടുകെട്ടായിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇത് കണ്ടോ, ഇത് കുറച്ച് നല്ല കമ്പനിയുടെ ചോക്ലേറ്റൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറുകളുടെ ഒരു വിസ്മയം തന്നെയാണ്. ഇതുണ്ടോ, ഏത് ഷേപ്പിലും ഏത് സൈസിലും. ഒയ്യോ ഭയങ്കരം തന്നെ. ബീഡി മടക്കി വെച്ചേക്കുന്ന പോലത്തെ ചോക്ലേറ്റ് ഉണ്ട്. ഷൂവിൻ്റെ ആകൃതിയിലുള്ള ചോക്ലേറ്റ് വരെ ഞാൻ കണ്ടു എൻ്റെ ഇടയ്ക്ക്. കണ്ടോ, ഷൂവിൻ്റെ ആകൃതിയിലുള്ള ചോക്ലേറ്റ് ഉണ്ട്, കൈയുടെ ആകൃതിയിലുള്ള ചോക്ലേറ്റ് ഉണ്ട്. കണ്ടോ, ഇതാണ് ഷൂ. കണ്ടോ, ഷൂവിൻ്റെ ആകൃതിയിൽ കിടക്കുന്ന ചോക്ലേറ്റ്. ഇതാണ് ഷൂ ഇരിക്കുന്നത്. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വാങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ അതുപോലെ അട്രാക്റ്റീവ് ആർക്കും കണ്ടാൽ വാങ്ങാൻ തോന്നും. എനിക്കും വാങ്ങാൻ തോന്നി, പക്ഷെ ഞാൻ വാങ്ങിയില്ല. ചുരുക്കം ചിലത് കടലാസിൽ പൊതിഞ്ഞ ചോക്ലേറ്റ് ഇങ്ങോട്ട്, നേരത്തെ എല്ലാം ഓപ്പൺ ആയിട്ടുള്ള ചോക്ലേറ്റ്. പിന്നെ വേറൊരു സൂത്രമാണ്, ഇങ്ങോട്ട് പോകാം. ഇതുണ്ടോ, ചോക്ലേറ്റിൻ്റെ വേറൊരു ഐറ്റംസാണ്. ഇതുണ്ടോ, കളറ് ചേർത്തിട്ട് ചോക്ലേറ്റ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇങ്ങനെ അച്ചിക്കൂടെ വന്ന് വിറക് കഷ്ണം പോലെ തോന്നും കണ്ടാൽ. പലതരത്തിലുള്ള കളറ് ചേർത്ത് ചോക്ലേറ്റിൽ തന്നെ ഉണ്ടോ. ഈ ചോക്ലേറ്റ് തന്നെയാണ് കളറ് ചേർത്തിട്ടുണ്ട് പല ഷേപ്പിൽ. അതങ്ങനെ ഇതെല്ലാം വില അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, 7 ഷെക്കൽ അങ്ങനെ. അപ്പോൾ എനിക്ക് നല്ല കളർഫുള്ളല്ലേ, ഫോട്ടോ എടുത്ത് നല്ലതായിരിക്കും. നോക്കണം, ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ആ കടയിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഫോട്ടോസാണിത്. നല്ല രസം തോന്നി കേട്ടോ, കളർഫുള്ളായിട്ട്. എൻ്റെ ഡ്രസ്സിൻ്റെ ചേരുന്ന ഒരു കളറും ഒരു ഫോട്ടോ എടുക്കാനെല്ലാം തോന്നി. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടാണ് ഇങ്ങനെ മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാൻ കണ്ടത്. ഫ്രൂട്ട് വിൽക്കുന്ന കട, പിന്നെ ചിലതൊന്നും നമുക്ക് മനസ്സിലാകുകയല്ലോ കേട്ടോ എന്നതാ വിൽക്കുന്നതെന്ന് കണ്ടോ. ഇത് മീറ്റുകൾ വിൽക്കുന്ന കട. പിന്നെ ഇതും മീറ്റാന്ന് തോന്നുന്നു. പിന്നെ ഇത് ഫിഷ് ഉണ്ടോ, പലതരത്തിലുള്ള ഫിഷ്. പിന്നെ ഇതെന്താണെന്ന് അറിയത്തില്ല, ഏതാണ്ടൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചെന്തോ എനിക്കറിയത്തില്ല സത്യം പറയാനുള്ളത്. എന്തോ ഒരു ഭക്ഷണമല്ലേ മനുഷ്യർ കഴിക്കുന്നത്, എന്തൊക്കെയായി കഴിക്കുന്നത്. ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാം ഇരിപ്പുണ്ടെങ്കിലും
നമ്മൾ താമസിക്കുന്നിടത്തെല്ലാം ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവർ വെച്ചേക്കുന്ന കാണുമ്പോൾ നമുക്ക് ഇച്ചിരി മേടിച്ച് ടേസ്റ്റ് ചെയ്യാൻ തോന്നും. അതാണ് ഇവരുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫുൾ ആളുകളാകട്ടോ, എനിക്ക് എന്താളാന്ന് നോക്കി, ഒരു ഉത്സവത്തിൻ്റെ ആളുണ്ട് മാർക്കറ്റിൽ ഉണ്ടോ. അപ്പം ഞാനിങ്ങനെ ചുമ്മാ മാർക്കറ്റിൽ കൂടെ ഒന്നും മേടിക്കാതെ മാർക്കറ്റിൽ കൂടെ നടക്കുന്നത്, സമയമുള്ളപ്പോൾ മാർക്കറ്റിൽ കൂടെ നടക്കാൻ ഇപ്പോഴൊന്നുമല്ല, പക്ഷെ മഞ്ഞുകാലത്താണ് കേട്ടോ എനിക്ക്, മഞ്ഞ അല്ലെങ്കിൽ മഴക്കാലത്ത് തണുപ്പുള്ള സമയത്ത് എനിക്ക് പുറത്തിറങ്ങാൻ ഇഷ്ടം കേട്ടോ. കാരണം ചൂടുകാലത്ത് നമുക്കൊരു അസ്വസ്ഥതയാണ്, ഒരു സുഖമില്ല, എനിക്കിഷ്ടമില്ല. അതുകൊണ്ടാണ് മഴയൊക്കെ ആയിട്ട് കുടയൊക്കെ പിടിച്ച് ഞാൻ മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചത്. കണ്ടോ ഏതാണ്ടൊക്കെ ഇങ്ങനെ കുഞ്ഞു പയ്യന്മാരൊക്കെ കേട്ടോ, മുസ്ലിങ്ങളൊക്കെയാണ്. അപ്പം ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ എനിക്ക് ഒരു സാധനം ഇതാ കഴിച്ച് നോക്കാൻ പറഞ്ഞുകൊണ്ട് കൊണ്ടു തന്നു കേട്ടോ. ഒരു നല്ലൊരു മിടുക്കൻ കൊച്ച്. അവന് എന്തോ നാരങ്ങായി അതെല്ലാം കൂടി ചേർത്ത്, എനിക്ക് ഒത്തിരി സാധനങ്ങളുണ്ട്, വേറെ സാധനങ്ങളുണ്ട് കഴിക്കുക. ഞാൻ പറഞ്ഞു വേണ്ട മോനെ താങ്ക്സ് എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അറിയാം, ഞാൻ ടേസ്റ്റ് നോക്കി ഇവിടുത്തെ ചിലതൊക്കെ നമ്മൾ നല്ലൊരു അട്രാക്ഷൻ, നമുക്ക് നല്ല അട്രാക്ഷൻ തോന്നും. പക്ഷെ നമ്മൾ ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല. അതുപോലെ ചില സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടാണേ. അപ്പോൾ ഞാനിവിടെ വന്ന് അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. ഇതുണ്ട് ഇവിടെ എല്ലാം കടകൾ, ആൾക്കാർ കച്ചവടമൊക്കെ കുറവാണ്, മഴ കാരണം കച്ചവടമൊക്കെ കുറവാണ്. പിന്നെ ഇതുണ്ട് ഏതാണ്ട് ഇങ്ങനെ നമ്മുടെ ഇഞ്ച പോലെ ഇരിക്കുന്നൊരു സാധനം. പിന്നെ അവിടെ ഒരു കടയുടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഫ്രണ്ടിലൊരു സാധനം ടേസ്റ്റ് നോക്കാൻ വെച്ചിരിക്കുന്നത്. അത് ഞാനൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി. നമ്മുടെ ഈ അതിൻ്റെ പേര് സാൻപാപ്പടി പോലെ ഇരിക്കുന്ന ഒരു സാധനം കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് എനിക്ക് എന്നെ തുപ്പാനും പറ്റുന്നില്ല, ഇറക്കാനും പറ്റുന്നില്ല. ചുമ്മാ തുപ്പിക്കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമെന്ന് അറിയത്തില്ലല്ലോ. എൻ്റെ ദൈവമേ, അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അതായിരുന്നു അവസ്ഥ. നേരത്തെ ഞാനിങ്ങനെ ഒരു സാധനം കപ്പയാണെന്ന് വിചാരിച്ച് വായിലിട്ട് നോക്കി, അതിൻ്റെ ടേസ്റ്റ് പോകാതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് വേറൊരു സാധനം കൂടി എടുത്ത് വായിലിട്ടിട്ട് അങ്ങ് ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെ ആയിപ്പോയി ഞാൻ. ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ആയിപ്പോയി ഞാൻ. അത് കഴിഞ്ഞ് അവസാനം ഞാൻ മാർക്കറ്റിൻ്റെ പുറത്തിറങ്ങിയിട്ട് തുപ്പിക്കളഞ്ഞ് പോവാണ്. അതുപോലത്തെ തണുപ്പ് കേട്ടോ. ഞാൻ പതുക്കെ നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ, എൻ്റെ ഇന്നത്തെ റൊട്ടീൻ, ഇന്നത്തെ ഒരു ഞായറാഴ്ചത്തെ ദിവസത്തെയാണ് കാണിച്ചത്. ഞായറാഴ്ച പുറത്തിറങ്ങിയ സമയത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. ആർക്കെങ്കിലും ഇസ്രായേൽ ജോലിയെ പറ്റിയൊക്കെ അറിയുകയോ മനസ്സിലാക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ.